नाच गाना सब बराबर चल रहा है, पैसा भी खूब कमा रही होगी। अब्बा साली को देने के वास्ते पैसा नहीं है साली। सब लोग बाहर जाओ। जाओ। हमारे को पैसे दिए बगैर यहाँ नाच गाना नहीं चल सकता। ஐயா, அவர் இங்க தகராறு பண்ண வந்திருக்கு. சரிங்க. முதலியாரா? சாப். அக்கிரமம் பண்ணிட்டா ஹப்தா வசூல் பண்ணணுமா? மரியாதை வெளியே போடா. சரிங்க. முதலியாரா? போகாம പറയുന്നു. എന്താ വേഗം ഇങ്ങ് പോന്നേ? ആ അബ്ബാസ് അവിടെ വന്ന് കുഴപ്പമുണ്ടാക്കി എല്ലാവരെയും ഓടിച്ചു. അയാൾക്ക് തനിച്ച് കാണാനായിരിക്കും ആ പെണ്ണിന്റെ നാച്ച്. ആ പെണ്ണിനോട് ഒരു രാത്രി കഴിയാൻ 1000 രൂപയാന്ന് പറയുന്നല്ലോ, ശരിയാണോ? എന്താ നിനക്കൊരു ദിവസം ഏയ്, കൈ കാശില്ലാത്തവൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അഥവാ ഇനി കാശുണ്ടായാൽ തന്നെ കള്ളു കുടിക്കാനും പെണ്ണ് കുടിക്കാനൊന്നും ഞാനില്ല. പിന്നെ ആ കാശ് വെച്ച് നീ എന്തോ ചെയ്യും? ഒന്ന് പോണം നാട്ടിലേക്ക്, ഞെളിഞ്ഞ് തറവാട്ടിലേക്ക് കയറി ചെല്ലണം. അവിടെ എനിക്കൊരു അമ്മാവനുണ്ട്, ഒരു കാണ്ടാമൃഗം. ആ കിളവൻ്റെ ചെവിക്കുറ്റി നോക്കി ഒരു അടിയും കൊടുത്ത് അന്തസ്സായിട്ട് എൻ്റെ അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് പോരണം. എന്നിട്ടൊരു വലിയ പന്തലിടണം. കരക്കാരെ മുഴുവൻ വിളിച്ച് ഒരു ഗംഭീര സദ്യയും കൊടുത്തിട്ട് വേണം എൻ്റെ പെങ്ങളെ കെട്ടിച്ചയക്കാൻ. വലിയ മോഹങ്ങളാണല്ലോടാ. അല്ല, കാശൊക്കെ ഉണ്ടായിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കിളവൻ ചത്തുപോകുന്ന എൻ്റെ പേടി. അപ്പൊ പിന്നെ അടി നടക്കൂല. ആ, അതാണ്. നീ വിഷമിക്കണ്ട, ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുമെന്നാണ്. என்ன கல்யாணி, சௌக்கியமா? வியாபாரம் எல்லாம் எப்படி? உங்க புண்ணியத்துல நல்லா இருக்கேன் சாமி. இது என் பொண்ணு சாமி. ஆஹா, ஒரு சாயா கொண்டு வா கல்யாணி. நம்ம அப்பக்குட்டி நான் இருந்தப்போ தினம் அருமையான சாயா கொடுப்பாரு எனக்கு. ദോ കൊണ്ടുവരേ സാമി. കേട്ടോടി നീ, അദ്ദേഹം എന്നെ കല്യാണിന്ന് പേര് വിളിച്ചു. വലിയ കാര്യം. പിന്നെ കാര്യം തന്നെ, അദ്ദേഹത്തെ പോലെ ഒരു വലിയ ആള് എന്നെ ഓർത്തല്ലോ. എന്തോന്ന് വലിപ്പം? ഹപ്താന്ന് പറഞ്ഞ ആഴ്ച തോറും പാവങ്ങളുടെ കാശ് തട്ടിപ്പറിക്കുന്നതോ? ഓരമ്പട്ടവളെ, തോന്നിയസം പറഞ്ഞാലേ നിന്റെ നാക്ക് ഞാൻ അർത്ഥളെ. നിനക്കറിയില്ല, മുമ്പ് ദിവസവും കൊള്ളയും കൊലയും നടന്നുകൊണ്ടിരുന്ന ഈ തെരുവേ ഇന്ന് സമാധാനത്തോടെ കഴിയുന്നതേ ഈ മനുഷ്യൻ കാരണം. ചുമ്മാതല്ല, അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് ഓരോരുത്തർ പൂജിക്കുന്നത്. என்ன யாரும் பேச மாட்டேங்கிறீங்க? இவன் என்ன அக்கிரமம் பண்ணாங்கிறத நீங்க சொல்லாட்டி எனக்கு எப்படி தெரியும்? என்ன சும்மா இருக்கீங்க? இவருக்கு பயந்துதான் யாரும் வாயை திறக்கறதில்ல. நீங்க வசூல் பண்ற பணம் எங்க பாதுகாப்புக்கு தான் சொன்னா முதல்ல இவங்கிட்ட இருந்து எங்களை காப்பாத்துங்கோ. என்னடா சொன்ன? அவன் போய் சொல்றான் சார். உண்மை என்னங்கிறது எனக்கு தெரியும். நீ இதுக்கு பதில் சொல்லி ஆகணும். முதல்ல இவங்க கிட்ட எல்லாம் மன்னிப்பு கேளு. அப்படி என்ன நீங்க என்ன நம்ப மாட்டீங்களா? இவங்களும் இங்க உள்ள தேவடியாக்களும் சொல்றது கேட்டுக்கிட்டு. என்னடா சொன்ன? நன்னி கிட்ட நாய என் முன்னாடி நிக்காத, போடா. இனிமே இவனால என்ன கஷ்டம் ஏற்பட்டாலும் சரி என்கிட்ட சொல்லுங்க, நான் கவனிச்சுக்கிறேன். எல்லாரும் போங்க. മണി വാടാ. കല്യാണിയമ്മേ, ഒരു 3-4 നല്ല ചായ, ഒരു 5-6 ചപ്പാത്തി. എനിക്ക് വേണ്ട, എനിക്ക് ഇവര് വിഷം കലക്കി തരും. അതേടാ, നീയൊക്കെ ചത്തു തൊഴഞ്ഞാലേ എനിക്ക് സമാധാനമുള്ളൂ. റേഡിയോ കണ്ണാം. കിളവി, ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. ചേട്ടൻ നല്ല ചൂട് ചായ ഞാൻ ഉണ്ടാക്കി തരാം. നല്ല ചൂടുണ്ടാവുമെങ്കിൽ എന്റെ വക ഒരെണ്ണം ആ തള്ളയുടെ തൊള്ളയിലോട്ട് ഒഴിച്ചു കൊടുക്ക്. എവിടുന്ന ഈ മുട്ട? ഞാനും പറഞ്ഞില്ല. ഓഹോ, ഇങ്ങനെയാണ് ഇവിടെ മുട്ടയും ചപ്പാത്തിയും കുറയുന്നതല്ലേ? ചുമ്മാതല്ല, എത്ര തിന്നാൽ ഇവന്റെ ഒക്കെ കണക്ക് നോക്കുമ്പോ ഒന്നും ബാക്കി തരാനില്ല. എടി, കള്ളക്കണക്ക് നീ എന്നെ മുടിപ്പിക്കാനല്ലേടി? ചക്കാത്തിന് വാങ്ങി തിന്നാൻ നടക്കുന്ന നാണം കെട്ടവന്മാര്. ആവശ്യമില്ലാത്ത പറയണ്ട, എനിക്ക് നിങ്ങളുടെ ഓശാരൊന്നും വേണ്ട. ആരും അങ്ങനെ നല്ലവൻ ചുമയൊന്നും വേണ്ട. ഇനി ഒരുത്തന് ഇവിടുന്ന് പച്ച വെള്ളം തരില്ല. പൊയ്ക്കാ അവിടുന്ന്. എന്നെ കുത്തുവാൻ എടുപ്പിക്കാനായിട്ട് നാട്ടിൽ നിറങ്ങി പുറപ്പെടിക്കാ ഓരോരുത്തന്മാരും. ഞാൻ പറഞ്ഞില്ലേ?
വേണ്ട. നിന്റെ ചേട്ടൻ പറഞ്ഞ ശരിയാ. അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തരാ നിന്റെ തള്ള. അമ്മ ആരും അങ്ങനെ കുറ്റം പറയുന്നു വേണ്ട. മിണ്ടാതെ തിന്നോണ്ട് പോയിക്കൂടെ? മതി ആയില്ല കഴിച്ചോടാ. ഇനി എന്റെ പൊന്നു ചേട്ടന്മാർക്ക് എന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ പോണില്ല. പിന്നെ നിന്റെ തള്ളയുടെ കട കണ്ടോണ്ടല്ലേ എല്ലാരും ബോംബെയിലോട്ട് ഇറങ്ങി തിരിച്ചത്. വാചകമൊന്നും അടിക്കണ്ട. ശരിക്കുള്ള കണക്കുമായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. आओ बैठो। माफ करना मेरे आदमी तुम्हें इस तरह ले आए। सुना है कि मुदलियार ने सबके सामने तुम्हारी बेइज्जती की है। क्या ये बात सही है? अगर ये बात सही है तो फिर तुम्हें उसके साथ काम करने की जरूरत क्या है? क्या तुम मेरे साथ काम करोगे? उससे मेरा क्या फायदा? फायदा कमाटीपुरा का आधा हफ्ता तुम्हारा होगा। वहाँ तो मुदलियार का राज है। तू उस बात की फिक्र मत कर अब्बास। मैंने जब तुम्हें बोल दिया कि तेरे सिर पे मेरा हाथ है तो उधर अन्ना नहीं तू राज करेगा। अब्बास अब भी वक्त है। कुत्ते की जिंदगी जीना चाहता है तो ठीक है, वरना ठीक है। सलाम मुदलियार साहब। என்ன பாஸ், நீ காலையில வாக்கிங் கிளம்பிட்டியா? मुदलियार के कोई चमचे हो या कोई कुत्ता मेरे खिलाफ शिकायत करने वाले हो तो बाहर निकल। आज से इस इलाके का शहंशाह हूं मैं। यहां जो भी होगा मेरी मर्जी से होगा। अगर किसी को इतराज हो या इस अब्बास के खिलाफ कोई आवाज उठाए तो उसका वही हाल होगा जो मुदलियार का हुआ था। ഹരി തന്നെ വിളിക്കുന്നു. मेरे पे कोई शिकायत? बोल रहे बोल। आज के बाद तू यहां काम नहीं करेगा। तुझे 48 घंटे का मोहल्लत दे रहा हूं मैं। उसके बाद इस गली में भी नजर नहीं आना चाहिए, समझा क्या? നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന അബ്ബാസ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എനിക്കെന്നല്ല ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഹരിക്ക് എന്നോടൊന്നും തോന്നരുത്. चल। आओ। क्या हुआ सर? चोर है साला। और कुछ नहीं सर, बस इतनी है। चल। അയ്യോ നമ്മുടെ റേഡിയോ. മിണ്ടരുത്. നൈറ്റ് ഡ്യൂട്ടി എന്നും പറഞ്ഞ് അവന് മോഷണമായിരുന്നു പണി അല്ലേ? ഒരുത്തരം വിശ്വസിക്കാൻ വയ്യ. നിനക്ക് ശരിക്കും ടാക്സി തന്നെ പണി? ജോലിയും കൂലി ഇല്ലാത്തവനാ മോഷണത്തിന് ഇറങ്ങുന്നത്. ഞാൻ ആ പന്ന തള്ളക്ക് രണ്ട് കൊടുത്തിട്ട് വരട്ടെ. മലയാളിയാണ് അല്ലേ? എന്താ പേരെന്ന് പറഞ്ഞത്? ഹരികൃഷ്ണൻ. ഒരു രാത്രിക്ക് 1000 രൂപയാണ്. ഉണ്ടോ? എനിക്കൊരു ഉമ്മ മാത്രം മതി. പിന്നെ കുറച്ച് കിന്നാരം പറയണം. അതൊക്കെയാണല്ലോ രസം. ഞാൻ ഈ കുടുക്ക ഒരു വഴിപാടിന് വെച്ചിരുന്നതാണ്. വഴിപാടിനെയും കഴിക്കാമല്ലോ, അല്ലെങ്കിൽ ഇത് തന്നെ വഴിപാട്.
100 കൂടായി. ഇതെന്താ ഇങ്ങനെ? അടുത്ത 48 മണിക്കൂറിനകം ഇവിടുന്ന് പോകാനാ ഓർഡർ. പിന്നെ ഇങ്ങോട്ട് വരാനൊക്കില്ല. ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ തന്നെ തീർത്താൽ നാളെ സമാധാനമായിട്ട് പുതിയ തെണ്ടൽ തുടങ്ങാമല്ലോ. ഇതാ ഒരു 15 പൈസയുടെ കുറവുണ്ട്. ഒരു മലയാളി എന്നുള്ള കൺസെഷൻ തരണം. ഈ 15 പൈസയുടെ കുറവിൽ എൻ്റെ ഒരു മോഹം നടക്കാതിരിക്കാൻ പാടില്ലല്ലോ ചേച്ചി. ഈ തൊഴിലിന് ഭാഷയായിട്ട് ബന്ധമൊന്നുമില്ല. എവിടെ ആ സുന്ദരിക്കുട്ടി കിരൺ? എന്റെ ഈശ്വര, പല ജാതിയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരെണ്ണം ആദ്യമായിട്ടാ. പണിയെല്ലാം പോയി. ഞാനിവിടുന്ന് എല്ലാം കെട്ടിപ്പറക്കി പോവാ. അതിനു മുമ്പ് എന്നെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാന്ന് വിചാരിച്ചു. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടംന്ന് വെച്ചാ നീ കൊള്ളാം, ബെസ്റ്റ് ചരക്ക. കൊള്ളാന്ന് എന്തിനേയും ഞങ്ങളുടെ നാട്ടില് നല്ല ചരക്കെന്ന് പറയും. നാട്ടില് പൂവാലന്മാര് പെമ്പിള്ളാരെ കാണുമ്പോ കളിയാക്കി വിളിക്കും, ഡി ചരക്ക ഡി. ഹിന്ദിയിൽ മാట్లాടലണ്ടി. ദാരു പീനേക്കെ ബാദ് മുझे ഹിന്ദി നഹി ആതാ. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഹിന്ദി വരൂല. ഹിന്ദിയില് അച്ഛാ മാൽ. ഞങ്ങളുടെ നാട്ടില് പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ തന്നെ തന്ത. മനുഷ്യര് മനസ്സിലാകുന്ന ഭാഷയെ പല കൊച്ച്. 1000 രൂപ നുള്ളിപ്പറക്കി കൊടുത്തിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. നീ എന്നെ ഇവിടെ കിടത്തി ഉറക്കിക്കളയല്ലേ. നമുക്ക് ഇന്ന് രാത്രി ഒരുപാട് സംസാരിക്കാനുണ്ട്. ആദ്യം നീ എനിക്കൊരു ഉമ്മ. ഉമ്മ ഉമ്മ ഉമ്മ. നാട്ടിലെ മുസ്ലിം സമുദായക്കാര് അമ്മ എന്ന് പറയുന്നതിന് പകരം ഉമ്മ എന്ന് പറയും. അതൊരർത്ഥം. ചുടുചുംബനം ഉമ്മ. അതാ അലക്കണ്ടേ? അലക്കണ്ട. ഉമ്മ ഉമ്മ. ചുമ്മാ ചുമ്മാ ദീദി ഉമ്മ ഉമ്മ താത്ത ഉമ്മ. ഓ മുദ്ദിലിവാല മുതലവാല ഉമ്മ. ഇനി പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? അണ്ടേ നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ തലേ കൂടെ മുണ്ടിട്ട് കാണിക്കുന്നു. ഇഷ്ടമാണോ നിനക്ക് എന്നെ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ് നിനക്ക്? 15 ഞാൻ തരും. 15 പൈസ.